വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെ കുറിച്ചുള്ള ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും കാത്തിരുന്ന ഉപ്പുമുളകിലെ ടൂർ എപ്പിസോഡ് വരാൻ പോവുകയാണ്. ഈ സീസൺ 1ലെയും 2ലെയും പോലെ കുറച്ച് വ്യത്യാസമുള്ള ഒരു ടൂർ എപ്പിസോഡാണ്. വെറും 4 പേര് മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോമോ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ റിലീസായിട്ട് ആദ്യം ഒരു പ്രോമോയിലോട്ട് പോകാം. തുടക്കം തന്നെ ഒരു വോയിസ് ഓവർ ആയിട്ടാണ് തുടങ്ങുന്നത്. പിടുത്തം വിട്ടൊരു വിനോദയാത്രയിൽ ബാലുവും കൂട്ടരും എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 4 പേര്, അതായത് ബാലുവും നീലും ശ്രീകുട്ടനും ഗൗരിയും പാടെ ബൈക്കിൽ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അവർ ഓരോ സ്ഥലത്ത് പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. സീനിൽ ബാലു വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതായത് ബാലു ശ്രീകുട്ടനോട് പറയുന്നത് നീ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു, ഞാൻ മെയിൻ റോഡിൽ കൂടെ പോകുന്നത് 100-110 കിലോമീറ്ററിലാണ്, നീ ലൊക്കേഷൻ അയച്ചു തരുമ്പോൾ ഞാൻ 30 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞു എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പം നീല് പറയുന്നുണ്ട് 30 ഇല്ലടി, ഒരു 3-4 കിലോമീറ്റർ പോയിണ്ടാവും എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടൻ നോക്കി ചിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത സീനിൽ വീണ്ടും ഇവർ യാത്ര ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ബാലു ഫോണിൽ സംസാരിക്കുന്ന പോലത്തെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് ലച്ചുവിനെ വിളിച്ചിട്ട് മക്കളെ ലച്ചു, അച്ഛനും അമ്മയും സന്തോഷിക്കുമ്പോൾ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന രീതിക്ക് അവരോട് പറയുന്നുണ്ട്. ശേഷം വീണ്ടും ഒരു വോയിസ് ഓവർ വരുന്നുണ്ട്. കാണാം യാത്രക്കിടയിലെ അക്കിടികളും പൊല്ലാപ്പുകളും എന്ന രീതിക്ക്. അതിനുശേഷം ഇവർ എത്തിച്ചെന്നുള്ളത് ഒരു കുളത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ ശ്രീകുട്ടൻ പറയുന്നുണ്ട് എൻ്റെ ആളിയെ എന്തോന്നിത് എന്ന രീതിക്ക് ശ്രീകുട്ടൻ ബാലുവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് 3 പേരും, അതായത് ബാലുവും ശ്രീകുട്ടനും ഗൗരിയും കുളത്തിലേക്ക് എടുത്തു ചാടി നീന്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പ്രോമോൻ്റെ അവസാന സീനിൽ ശ്രീകുട്ടൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അപ്പോൾ നീല് പറയുന്ന പോലെ ശ്രീകുട്ടൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടൻ അവിടെ നിന്ന് മുങ്ങി താഴുന്നുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് നീല് പറയുന്നുണ്ട് ബാലു ശ്രീകുട്ടൻ നോക്കുക കൊച്ചിനെന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടൻ മുങ്ങുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതോടെ ഒരു പ്രോമോ ഉണ്ടായി. അപ്പോൾ ഒരു ടൂർ എപ്പിസോഡ് വരാൻ പോവുകയാണ് സീസൺ 3-ൽ. സീസൺ 1ലും 2ലൊക്കെ ഒരു ടൂർ എപ്പിസോഡ് വരാൻ മിനിമം ഒരു 100 എപ്പിസോഡെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വെറും 29ാമത്തെ എപ്പിസോഡ് ആകുമ്പോഴേക്കും തന്നെ ഒരു ടൂർ എപ്പിസോഡ് ഇപ്പോൾ മുളകിൽ വന്നിരിക്കുന്നത്. വിത്തിൻ എ മന്ത് ഇപ്പോൾ മുളകിലൊരു ഔട്ട്ഡോർ ഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞു. സീസൺ 3ൻ്റെ വിജയം തന്നെയാണത്. സീസൺ 3 എത്രത്തോളം പ്രേക്ഷകരുടെ ഇഷ്ടം പോലെ പോകുന്നെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന എപ്പിസോഡുകൾ തന്നെയാണിതെല്ലാം. ആ ഒരു ടൂർ എപ്പിസോഡ് വെറും ഒരു ടൂർ എപ്പിസോഡ് അല്ലാതെ ഇവരുടെ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നത് പോലെയും അവിടെ ചെല്ലുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസും കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഈ ഒരു എപ്പിസോഡിൽ വെച്ചിട്ടുണ്ട്. ശ്രീകുട്ടൻ വെള്ളത്തിൽ മുങ്ങിപ്പോണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എപ്പിസോഡിൽ എങ്ങനെ വരുമെന്നുള്ളത് കാണാൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു സീരിയസ് ആയിട്ട് എൻ്റെ ആവാൻ ചാൻസസ് ഇല്ല. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരിക്കും. മാത്രമല്ല ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രോമോ വന്നപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നത് ബാക്കി ആരും ഇല്ലേ, ഇവർ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള രീതിക്കുള്ള കുറച്ച് കമൻറ്റ്സ് വരുന്നുണ്ട്. പ്രോമോ കണ്ടിട്ട് ഇവർ 4 പേര് മാത്രമേ ഉണ്ടാവാൻ ചാൻസസ് ഉള്ളൂ. അപ്പോൾ ഒരു നോർമലായിട്ട്, അതായത് സീസൺ 2-ൽ വന്ന പോലെയൊക്കെ സീസൺ 2-ലൊക്കെ ടൂർ എപ്പിസോഡ് 3-4 എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വരാൻ ചാൻസ് ഇത് ഒരൊറ്റ എപ്പിസോഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിൽ ടൂർ എപ്പിസോഡിൽ അവർ പിള്ളേരെയും കൂടി ഉൾപ്പെടുത്താത്തത് ഭയങ്കര മോശമെന്ന് വേണമെങ്കിൽ പറയാം. അതും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ടോപ്പ് നോച്ച് എപ്പിസോഡ് തന്നെയായിരിക്കും. ഏതായാലും പ്രോമോ കണ്ടിട്ട് വേറെ ലെവലായിട്ട് തന്നെയാണ് ഫീൽ ആവുന്നത്. ഉപ്പുമുളകിൽ പ്രേക്ഷകർ അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന എപ്പിസോഡുകളിൽ ഒന്ന് തന്നെയാണ് ടൂർ എപ്പിസോഡും കൂടെ. പിന്നിപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ സീസൺ 3-ൽ അവർ സഫലീകരിച്ച് വരുന്നത്. പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് എപ്പിസോഡുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് സിദ്ധുവിൻ്റെ ഒരു റീ എൻട്രിയും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഇനിയിപ്പോൾ മുകളിൽ സംഭവിക്കാനുള്ളത് അത് തന്നെയാണ്. മുടീൻ്റെ കാര്യം നമുക്കറിയാം, മുടീൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞേ വരുള്ളൂ. പക്ഷേ സിദ്ധുവിനെ അവർക്ക് എത്ര നേരത്തെ തന്നെ കൊണ്ടുവരാം, അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇത്രത്തോളം പുതുമ നിറഞ്ഞൊരു സീസൺ തന്നെയാണ് സീസൺ 3. അപ്പോൾ നമുക്ക് സിദ്ധുവിൻ്റെ എൻട്രിയും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ ഈ ഒരു ടൂർ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.